ഓം നമ ശിവായ. പ്രപഞ്ചത്തിലുള്ള സകല മലയാളി ജ്യോതിഷ വിശ്വാസികളെയും 2025 മാർച്ച് മാസം 27 വ്യാഴാഴ്ച ദിവസത്തെ നക്ഷത്രഫലം കേൾക്കുവാൻ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ആദ്യമായിട്ട് മേടക്കൂറുകാരുടെ നക്ഷത്രഫലം പറയാം. മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക കാൽ നാളുകാരെ സംബന്ധിച്ച് വ്യാഴാഴ്ച ദിവസം സുഖസ്വസ്ഥാതേകന്മാർ ഏറെക്കുറെ അനുകൂലമായ ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം. സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖേനയുള്ള സഹായ സഹകരണങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. വീട്, വസ്തുവാനും ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, മാതാവ് മുഖേനയുള്ള കാര്യങ്ങൾ ഏറെക്കുറെ അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. മക്കളെക്കൊണ്ടും പിതാവിനെക്കൊണ്ടും അനുകൂലമായ അനുഭവങ്ങൾ ഉണ്ടാകണമെന്നില്ല. മക്കളും പിതാവും ഒക്കെ അന്യദേശവാസത്തിൽ അല്ലെങ്കിൽ വീട് വിട്ട് മാറി താമസിക്കുന്ന അല്ലെങ്കിൽ ദൂരദേശത്തൊക്കെ ആയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഇവരെ സംബന്ധിച്ചുള്ളതെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഈ ജാതകരെ സംബന്ധിച്ച് രോഗം, ശത്രുത, കടബാധികളാലുള്ള വലിയ പ്രതിസന്ധികളൊന്നും ഇവരെ അലട്ടുന്നൊരു സാഹചര്യമല്ല ഇപ്പോൾ നിലവിലുള്ളത് എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. അതുപോലെ തന്നെ ഈ ജാതകരെ സംബന്ധിച്ച് ദാമ്പത്യ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ കടന്നു പോകുന്നൊരു സാഹചര്യമാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. മാരകമായ പ്രതിസന്ധികളൊന്നും ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യതയില്ല. ഭാഗ്യകരമായ അനുഭവങ്ങൾ വ്യാഴാഴ്ച ദിവസം ജീവിതത്തിൽ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുടുംബത്തിൻ്റെ ധനസ്ഥിതിയൊക്കെ മെച്ചപ്പെടുവാൻ സാധ്യതയുണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഭാര്യയും ഭർത്താവിനും നല്ല ധനസ്ഥിതി ഉണ്ടാകുന്നൊരു ദിവസമാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. തൊഴിൽപരമായിട്ടുള്ള വലിയ നേട്ടമൊന്നും പ്രതീക്ഷിക്കാൻ പറ്റുന്ന സാഹചര്യമല്ല. ലാഭകരമായ അനുഭവങ്ങളൊന്നും കാര്യമായിട്ട് ഇവരെ തുണയ്ക്കുന്ന സാഹചര്യമല്ല എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഈ ജാതകരെ സംബന്ധിച്ച് പിതാവ് മുഖേനയുള്ള പ്രതിസന്ധികൾ, ബുദ്ധിപരമായിട്ടുള്ള പരാജയം ഒക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. തൊഴിലിടങ്ങളിൽ മേലധികാരികളുടെ തിക്താനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളതും മേടക്കൂറുകാർ അറിഞ്ഞുകൊള്ളുക. ഇനിയും ഇടവക്കൂറാണ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകരൻ 2 പാദം നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം സുഖസ്വസ്ഥാതേകാന്മാർ അനുകൂലമായ ദിവസമാണ്. പുതിയ ആഭരണങ്ങളൊക്കെ വാങ്ങിക്കുവാൻ സാധിച്ചെന്ന് വരും. ധനപരമായ നേട്ടം പ്രതീക്ഷിക്കാൻ, നല്ല ആരോഗ്യമുള്ള ദിവസം, സൽപുത്രഭാഗ്യം പ്രതീക്ഷിക്കാവുന്ന ദിവസം, പ്രശസ്തിയും അംഗീകാരമൊക്കെ ഇവരെ തേടി വരുന്ന ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഈ ജാതകർക്ക് മാരകമായ രോഗങ്ങളോ മറ്റു ശത്രുതകളോ പ്രതിസന്ധികളോ ഒന്നും വരാൻ സാധ്യതയില്ല. കുടുംബസുഖവും ധനപരമായ നേട്ടവും കാര്യമായിട്ട് ഉണ്ടാകണമെന്നുള്ളതുള്ളൊരു വിഷയമാണ്. സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖേനയുള്ള നേട്ടങ്ങൾ അനുകൂലമായി നിൽക്കുന്നു. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇവർക്ക് നേട്ടമായിട്ട് നിൽക്കുന്നു. പെൺമക്കളെ കൊണ്ടുള്ള അനുഭവങ്ങൾ അനുകൂലമായി നിൽക്കുന്നു. രോഗം, ശത്രുത, കടബാധകളുള്ള പ്രതിസന്ധി ഒന്നും വന്നു ചേരാൻ സാധ്യതയില്ല. ഈ ജാതകരെ സംബന്ധിച്ച് ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അതുപോലെ തന്നെ ഈ ജാതകരെ സംബന്ധിച്ച് മാരകമായ രോഗങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും തന്നെ വന്നു ചേരാൻ സാധ്യതയില്ല. ഭാഗ്യാനുഭവങ്ങൾ ഇവർക്ക് പ്രതീക്ഷിക്കാവുന്ന ദിവസമല്ല. തൊഴിൽപരമായിട്ടുള്ള വലിയ നേട്ടം ഉണ്ടാകുന്ന ദിവസമല്ല. എങ്കിലും സ്ത്രീകൾ മുഖേന ലാഭകരമായ അനുഭവങ്ങൾ, പിതാവ് മുഖേന ധനസമൃദ്ധി കാര്യങ്ങൾ, അങ്ങനെയുള്ള നേട്ടങ്ങളൊക്കെ ഇവർക്ക് വന്നു ചേരുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഈ ജാതകരെ സംബന്ധിച്ച് ദാമ്പത്യ ജീവിതത്തിലും കുടുംബവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലുമാണ് പ്രതിസന്ധി ഉണ്ടാകുക. മറ്റുള്ള കാര്യങ്ങളിലൊക്കെ നേട്ടമാണ്. തൊഴിൽ രംഗത്തും അത്ര നേട്ടം ഉണ്ടാകുന്നൊരു ദിവസമല്ല എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. എന്നാൽ തൊഴിലിടങ്ങളിൽ മേലധികാരികളിൽ നിന്നുള്ള അനുകൂലമായ അനുഭവങ്ങൾ, സഹായ സഹകരണങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണെന്നുള്ളതും ഇടവക്കൂറുകാർ അറിഞ്ഞുകൊള്ളുക. ഇനി മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽപ്പെട്ട മകരൻ, 2 പാദം, തിരുവാതിര, പുണർതം, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് സുഖസ്വസ്ഥാതേകന്മാർ അത്ര അനുകൂലമായ ദിവസമല്ല. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ ചെറിയ രീതിയിൽ പ്രതീക്ഷിക്കാം. സുഹൃത്തുക്കളെ കൊണ്ടും സൗകര്യങ്ങളെ കൊണ്ടും തൊഴിലിടങ്ങളിൽ ഏറെക്കുറെ അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കുന്ന ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. വീട്, വസ്തുവാനും ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ വലിയ നേട്ടമൊന്നുമില്ല. ഈ ജാതകരെ സംബന്ധിച്ച് ഇവരുടെ മക്കളുടെ സ്ഥിതി വലിയ നേട്ടമല്ല. കാരണം അവർക്ക് ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നൊരു സാഹചര്യമാണ് മക്കളെ സംബന്ധിച്ചുള്ളതെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. രോഗം, ശത്രുത, കടബാധകളാൽ വലിയ പ്രതിസന്ധിയൊന്നും ഈ ജാതകരിൽ വന്നു ചേരാൻ സാധ്യതയില്ല. എങ്കിലും ചെറിയ രീതിയിലുള്ള പ്രതിസന്ധികളൊക്കെ രോഗം, ശത്രുത, കടബാധകളാൽ ഇവർക്ക് അനുഭവിക്കാൻ സാധ്യതയുണ്ടെന്നുള്ളതും അറിഞ്ഞിരിക്കണം. ദാമ്പത്യ ജീവിതം തൃപ്തികരമല്ല. പ്രശ്നങ്ങൾക്കുണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഈ ജാതകരെ സംബന്ധിച്ച് മാരകമായ രോഗങ്ങളൊന്നും വന്നു ചേരാൻ സാധ്യതയില്ല. എങ്കിലും ഭാഗ്യകരമായ അനുഭവങ്ങളൊന്നും ഇവരെ തുണയ്ക്കുന്നൊരു സാഹചര്യമല്ല എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഇവർക്ക് അനുകൂലമല്ല. തൊഴിൽ പ്രതിസന്ധിയൊക്കെ ഇവരുടെ ജീവിതത്തിൽ നിലനിൽക്കുന്നു. തൊഴിലിടങ്ങളിൽ സ്ത്രീകളുടെയോ സുഹൃത്തുക്കളുടെ സഹോദരങ്ങളുടെയോ ഒക്കെ സഹായ സഹകരണം കൊണ്ട് എന്തെങ്കിലും നേട്ടം ഉണ്ടായെങ്കിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇവർക്ക് വ്യക്തിപരമായിട്ടുള്ള കഴിവ് വെച്ച് നോക്കുമ്പോൾ തൊഴിലിടങ്ങളിൽ ഇവർക്ക് തൊഴിൽ കിട്ടാനോ അല്ലെങ്കിൽ തൊഴിലിടങ്ങളിൽ മെച്ചപ്പെട്ട സാധിക്കൊന്നും സാധ്യതയില്ല എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ആരുടെയെങ്കിലും സഹായ സഹകരണങ്ങൾ ലഭിച്ചാൽ മാത്രമേ ഇവർക്ക് നേട്ടമുണ്ടാകുകയുള്ളൂ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ലാഭകരമായ അനുഭവങ്ങളൊന്നും തന്നെ ഇവർക്ക് വന്നു ചേരുവാൻ സാധ്യതയില്ല. നല്ല കാര്യങ്ങളെന്ന് തോന്നുന്ന പല കാര്യങ്ങൾക്കും വേണ്ടി ഇവർ ധനം ചെലവഴിക്കും. അങ്ങനെ ധനത്തിന് ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ഉണ്ടാകും. എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് സൽപുത്രഭാഗ്യമൊക്കെ ഉണ്ടാകേണ്ടതാണ്. പക്ഷെങ്കിൽ അവരുടെ മക്കളുടെ സ്ഥിതി, സാമ്പത്തിക സ്ഥിതിയൊക്കെ മെച്ചമല്ലാത്തതുകൊണ്ട്, മോശമായതുകൊണ്ട് മക്കളാലുള്ള നേട്ടമൊന്നും ഇവർക്ക് വന്നു ചേരാത്ത സാഹചര്യമാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇനി കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽപ്പെട്ട പുണർതം, കാല്, പൂയം, ആയില്യം നാളുകാരെ സംബന്ധിച്ച് വ്യാഴാഴ്ച ദിവസം ധനയോഗം ഉണ്ടാകുവാൻ സാധ്യതയുള്ള ദിവസമാണ്.
ബുദ്ധിശക്തി വർദ്ധിക്കുകയും ശാസ്ത്രജ്ഞാനം വർദ്ധിക്കുകയൊക്കെ ചെയ്യുന്നൊരു ദിവസമാണ്. കൃഷികാര്യങ്ങൾക്ക് താല്പര്യമുണ്ടാകുന്നൊരു ദിവസമാണ്. ധനനേട്ടം വന്നു ചേർന്നാൽ ആ ധനം തൻ്റെ ബന്ധുമിത്രാദികൾക്ക് വേണ്ടി ചെലവഴിക്കുവാൻ മനസ്സുണ്ടാകുന്നൊരു ദിവസമാണ്. അനേക വിധത്തിൽ ധനലാഭമൊക്കെ പ്രതീക്ഷിക്കാവുന്ന സാഹചര്യങ്ങളുമുണ്ട്. എങ്കിലും ആ ധനമെല്ലാം ഇവർക്ക് പ്രയോജനപ്പെടണമെന്നില്ല. അത് തൻ്റെ ഇവരുടെ ബന്ധുമിത്രാദികൾക്ക് വേണ്ടി ചെലവഴിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ജ്യോതിഷം പറയുന്നത്. സുഖസ്വസ്ഥാദേഹനന്മയൊന്നും അത്ര അനുകൂലമായ ദിവസമല്ല. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം. ഭാഗ്യാനുഭവങ്ങളൊക്കെ കുടുംബത്തിൽ നിന്നും വന്നു ചേരാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖേനയുള്ള നേട്ടങ്ങളൊന്നും പ്രതീക്ഷിക്കാൻ പറ്റുന്ന ദിവസമല്ല. വീട് വസ്തുവാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നേട്ടങ്ങളൊന്നും വന്നു ചേരുന്ന ദിവസമല്ല. മക്കളുടെ സ്ഥിതി അനുകൂലമല്ല. മക്കൾക്ക് വേണ്ടി ഇവർക്കൊന്നും കൊടുക്കുവാൻ പറ്റുന്ന സാഹചര്യമല്ല ഇവർക്കുള്ളത്. മക്കളുടെ ദാമ്പത്യ ജീവിതം തൃപ്തികരമാണ്. അവർക്ക് ദാമ്പത്യം കൊണ്ട് ധനപരമായ നേട്ടമൊക്കെ അവരുടെ കാര്യങ്ങൾക്ക് വന്നു ചേരുന്നു. പക്ഷേ മക്കളുടെ തൊഴിൽപരമായിട്ടുള്ള സ്ഥിതി മോശമാണ്. ഈ ജാതകരെ സംബന്ധിച്ച് മാരകമായ രോഗങ്ങളോ ശത്രുതകളോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാകുവാൻ സാധ്യതയില്ല. ഉണ്ടെങ്കിൽ പോലും അത് അകന്നു നിൽക്കുന്ന സാഹചര്യമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ദാമ്പത്യ ജീവിതത്തിൽ ഒന്നുമല്ലാത്തൊരു സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നു. ശത്രുതയോ പ്രശ്നങ്ങളോ ഒന്നുമില്ലാതെ. എന്നാൽ ദാമ്പത്യ സുഖം ഇല്ലതാനും എങ്ങനെയുള്ള അനുഭവത്തിൽ കൂടി അവർ കടന്നു പോകുന്നു. വലിയ പ്രശ്നങ്ങളൊന്നും അവരുടെ ജീവിതത്തിൽ ഭീഷണിയായിട്ട് നിൽക്കുന്നില്ല. എങ്കിലും ഉണ്ട്. അതൊക്കെ ഒന്ന് മാഞ്ഞു നിൽക്കുകയാണ്, അല്ലെങ്കിൽ മറഞ്ഞു നിൽക്കുകയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ഭാഗ്യകരമായ അനുഭവങ്ങൾ ഇവർക്ക് പിതാവ് മുഖേന വന്നു ചേരാൻ സാധ്യതയുണ്ട്. അതാണ് ഇവർക്കൊരു വലിയ നേട്ടം. പിതാവ് മുഖേന ഭാഗ്യകരമായ അനുഭവങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധ്യതയുണ്ട്. പക്ഷെങ്കിൽ പിതാവുമായിട്ട് ശത്രുതയ്ക്ക് എത്തിച്ചേരുവാനും സാധ്യതയുണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഈ ജാതകർക്ക് തൊഴിൽപരമായിട്ടുള്ള നേട്ടം, സ്ഥിര ജോലിയുള്ളവർക്ക് തൊഴിൽപരമായിട്ടുള്ള നേട്ടമുണ്ട്. അല്ലാത്തവർക്കൊക്കെ തൊഴിൽപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അവർക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് തൊഴിൽ സ്ഥിരമായിട്ട് ഇല്ലാത്തവർക്ക് തൊഴിലില്ലാത്തതുകൊണ്ട് ധനത്തിന് ബുദ്ധിമുട്ടും അനുഭവപ്പെടുന്നു എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ്. ഈ ജാതകരെ സംബന്ധിച്ച് ലാഭകരമായ അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. ഭൂമി സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നഷ്ടസാധ്യതയുണ്ട്. മക്കളുടെ കാര്യങ്ങളിലും നഷ്ടസാധ്യതകൾ ഇവരുടെ ജീവിതത്തിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. പ്രകാരമുള്ള അനുഭവങ്ങളിൽ കൂടിയാണ് കർക്കിടകക്കുറുകാർ ഈ വ്യാഴാഴ്ച ദിവസം കടന്നു പോകുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇവരുടെ മാതാവിനെ സംബന്ധിച്ചുള്ള സ്ഥിതിയൊന്നും അത്ര മെച്ചമല്ല. പിതാവ് മുഖേനയാണ് ഭാഗ്യാനുഭവങ്ങൾ ഇവർക്ക് വന്നു ചേരുക. തൊഴിലിടങ്ങളിൽ മേലധികാരികൾ മുഖേനുള്ള നല്ല അനുഭവങ്ങളും പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് വ്യാഴാഴ്ച ദിവസം എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ചിലർക്ക് മേലധികാരികൾ ശത്രുക്കളായി തീരുവാനും സാധ്യതയുണ്ടെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇനിയും ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട മകം പൂര ഉത്രം കാൽ നാളുകാരെ സംബന്ധിച്ച് സ്വജനങ്ങളാൽ അറിയപ്പെടുവാനും ആദരിക്കപ്പെടുവാനും സാധ്യതയുള്ള ദിവസമാണ് ഈ വ്യാഴാഴ്ച ദിവസം. ഇവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് മറ്റുള്ളവരാൽ ഇവർ ബഹുമാനിക്കപ്പെടുന്നൊരു ദിവസമാണ്. ഈശ്വരവിശ്വാസം ഇവർക്ക് വർദ്ധിക്കുന്നൊരു ദിവസമാണ്. പുതിയ ഗ്രഹം വീടൊക്കെ സ്വന്തമാക്കുന്ന ദിവസമാണെന്നുള്ളതാണ്. ഇവരുടെ തൊഴിലിൽ മാന്യമായുള്ള പെരുമാറ്റം കൊണ്ട്, തൊഴിലിടങ്ങളിൽ മാന്യമായും മര്യാദയോടും കൂടിയുള്ള പെരുമാറ്റം കൊണ്ട് ഇവർക്ക് തൊഴിൽ പുരോഗതി അല്ലെങ്കിൽ തൊഴിൽപരമായിട്ടുള്ള രാജയോഗം ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ദിവസമാണെന്നുള്ളതും ഒരു പ്രത്യേകത നിറഞ്ഞ അനുഭവമായിട്ട് വന്നു ചേരുന്നു. എന്നാൽ ചിലരിലൊക്കെ സുഖസ്വസ്ഥ ദേഹതന്മയൊക്കെ കുറവായൊരു ദിവസമാണ്. കുടുംബസുഖം ധനപരമായ നേട്ടവും കാര്യമായിട്ടും ഉണ്ടാകണമെന്നില്ല. സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖേനുള്ള നേട്ടങ്ങൾ ഇവർക്ക് അനുകൂലമായി വന്നു ചേരണമെന്നില്ല. എന്നാൽ വീട് വസ്തുവാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നേട്ടം ഇവർക്ക് അനുകൂലമായി നിൽക്കുന്നൊരു ദിവസമാണ് വ്യാഴാഴ്ച ദിവസം എന്നുള്ളതാണ് പ്രത്യേകത. മക്കളെ കൊണ്ടുള്ള അനുഭവങ്ങൾ അനുകൂലമാണ്. കാര്യവിജയമൊക്കെ പ്രതീക്ഷിക്കുന്ന ദിവസമാണ്. രോഗമോ ശത്രുത പ്രതിസന്ധികളൊന്നും ഉണ്ടാകാതെ ദാമ്പത്യ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ കടന്നു പോകുന്നൊരു ദിവസമാണ്. മാരകമായ പ്രതിസന്ധികളൊക്കെ കുറച്ചുപേരെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായേക്കാം. എന്നാലും ഭൂരിപക്ഷം നല്ല അനുഭവങ്ങൾ തന്നെ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഈ ജാതകരെ സംബന്ധിച്ച് ഭാഗ്യാനുഭവങ്ങൾ ഇവർക്ക് ഇപ്പോൾ അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഭാഗ്യം കൊണ്ട് പ്രസിദ്ധിയൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. തൊഴിൽപരമായിട്ടുള്ള നേട്ടമാണ് ഇവർക്ക് ഏറ്റവും വലിയ ഒരു പ്രത്യേകത. തൊഴിൽപരമായിട്ടുള്ള രാജയോഗം ഇവരിൽ നിലനിൽക്കുന്ന സാഹചര്യമാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഈ ജാതകരെ സംബന്ധിച്ച് ലാഭകരമായ അനുഭവങ്ങൾ ഭൂമി മുഖേനയും മക്കൾ മുഖേനയും കാര്യവിജയം കൊണ്ടൊക്കെ അനുഭവത്തിൽ നിൽക്കുന്ന സമയമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ അതുപോലെ തന്നെ ഈ ജാതകരെ സംബന്ധിച്ച് നഷ്ടസാധ്യത വളരെ കുറവാണ്. എന്നാൽ മാതാവിൻ്റെ സ്ഥിതി നാളെ അത്ര മെച്ചമാണെന്നില്ല. മാതാവ് മുഖേനയുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ ചെറിയ രീതിയിൽ ഉണ്ടായേക്കാം. അതുപോലെ തന്നെ പിതാവ് മുഖേനയും ഇവർക്ക് ചെറിയ രീതിയിലുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ടെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. എന്നാൽ ചിലരെ സംബന്ധിച്ചിടത്തോളം തൊഴിലിടങ്ങളിൽ മേലധികാരികളിൽ നിന്നുള്ള തിക്താനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. ഈ ഒരു അറിവോടുകൂടി വേണം തൊഴിലിടങ്ങളിലേക്ക് പോകുവാൻ എന്നുള്ളൊരു കാര്യം കൂടി ഓർപ്പിക്കുകയാണ്. ഇനിയും കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്രം മുക്കാൽ അത്തം ചിത്തിര 2 പാദം നാളുകാരെ സംബന്ധിച്ച് വ്യാഴാഴ്ച ദിവസം സുഖസ്വസ്ഥ ദേഹനന്മയൊന്നും അത്ര അനുകൂലമായൊരു ദിവസമല്ലെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. കുടുംബസുഖവും ധനപരമായ നേട്ടവും പ്രതീക്ഷയ്ക്കൊത്ത് വന്നു ചേരണമെന്നില്ല. സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖേനയുള്ള സഹായ സഹകരണങ്ങൾ പ്രതീക്ഷയ്ക്കൊത്ത് വന്നു ചേരണമെന്നില്ല എന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക. വീട് വസ്തുവാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരേണ്ടതാണ്. പക്ഷെങ്കിൽ ഭാഗ്യം കയ്യെത്തും ദൂരത്ത് അല മാറി നിൽക്കുകയാണ്.
അത് ജീവിതത്തിലേക്ക് കടന്നു വരുന്നില്ല. രോഗം, ശത്രുത, കടബാധ്യതകളാലുള്ള പ്രതിസന്ധികളൊക്കെ ഇവർക്കുണ്ട്. അതൊക്കെ ഒന്നും മാറി നിൽക്കുകയാണ്. മക്കളുടെ അനുഭവങ്ങൾ അത്ര മെച്ചമല്ല, എന്നാൽ വലിയ പ്രശ്നമുള്ള സാഹചര്യവുമല്ല, ശാന്തമായിട്ട് പോകുന്നു. ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, എന്നാൽ വലിയ പ്രശ്നങ്ങളൊന്നും അനുഭവിക്കാതെ, അനുഭവത്തിൽ വന്നു ചേരാതെ ഒരു പരുവത്തിൽ അങ്ങനെ കടന്നു പോകുന്നു. ഈ ജാതകരെ സംബന്ധിച്ച് മാരകമായ പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷെങ്കിൽ അത് വലിയൊരു വിഷയമായി തീരാതെ ആ ഒരു സാഹചര്യത്തിൽ കൂടി ഇവർ കടന്നു പോകുന്ന സാഹചര്യമാണ്. ഭാഗ്യാനുഭവങ്ങൾ ഇവർക്ക് വന്നു ചേരേണ്ടതാണെങ്കിലും ഭാഗ്യാനുഭവങ്ങൾ ഇവർക്ക് അങ്ങോട്ട് വന്നു ചേരാതെ പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതൊക്കെ രാഹു തടസ്സപ്പെടുത്തി കളയുന്നു. ദാമ്പത്യത്തിലും സുഖകരമായ അനുഭവങ്ങൾ കൊടുക്കാതെ രാഹു അത് തടസ്സപ്പെടുത്തി കളയുന്നു. ഈ ജാതകരെ സംബന്ധിച്ച് തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ചിലർക്കുണ്ട്. തൊഴിലിടങ്ങളിൽ നിന്നും തൃപ്തികരമായ അനുഭവങ്ങൾ എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല, അതൊരു വിഷയമാണ്. അപ്പോൾ തൊഴിലിടങ്ങൾ കൊണ്ടുള്ള ധനസ്ഥിതി പലർക്കും മോശമാണ്. തൊഴിലിൽ നിന്ന് കിട്ടേണ്ടതായ വരുമാനം പലർക്കും കിട്ടാതെ പോകുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. ലാഭകരമായ അനുഭവങ്ങൾ ഇവർക്ക് വലിയ നേട്ടമായിട്ട് വന്നിരുന്നൊരു ദിവസമല്ല വ്യാഴാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. നഷ്ടസാധ്യതകളാണ് ഇവർക്ക് കൂടുതലും, അതായത് ദാമ്പത്യ ജീവിതത്തിലും അതുപോലെ തന്നെ ബുദ്ധിപരമായിട്ടുള്ള പരാജയങ്ങളുമൊക്കെ സംഭവിക്കാനും പിതാവുമായിട്ടുള്ള ശത്രുതയ്ക്കും ദാമ്പത്യ ജീവിത സുഖക്കുറവിനുമൊക്കെ കാരണമാകുന്ന നഷ്ടസാധ്യതകളാണ് കൂടുതലായിട്ടുമുള്ളത് എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇനിയും തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്ര, അണ്ടുവാദം, ചോതി, വിശാഖ, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് വ്യാഴാഴ്ച ദിവസം സുഖസ്വസ്ഥതകരമായ ഏറെക്കുറെ അനുകൂലമാണ്. കുടുംബസുഖം, ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാൻ സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുഖേനയുള്ള സഹായ സഹകരണങ്ങളൊക്കെ വലിയ ദോഷമില്ലാതെ അനുഭവത്തിൽ വന്നു ചേരുന്ന സാഹചര്യമാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നേട്ടമൊന്നുമില്ല. ഏർപ്പെടുന്ന കാര്യങ്ങളിലൊന്നും വിജയം കൈവരിക്കണമെന്നില്ല. നിശ്ചലാവസ്ഥ അനുഭവപ്പെടാം. മക്കളെ കൊണ്ടുള്ള അനുഭവങ്ങളൊന്നും മെച്ചമാകണമെന്നില്ല. രോഗം, ശത്രുത, കടബാധ്യതകളുള്ള വലിയ പ്രശ്നങ്ങളൊന്നും അലട്ടുവാൻ സാധ്യതയില്ല. ദാമ്പത്യ യുദ്ധം വിജയകരമായി പോകുന്നു. ഈ ജാതകരെ സംബന്ധിച്ച് മാരകമായ പ്രതിസന്ധികളുള്ള പ്രശ്നങ്ങളൊന്നും ജീവിതത്തിൽ അനുഭവിക്കാതെ കടന്നു പോകുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഭാഗ്യകരമായ അനുഭവങ്ങളൊക്കെ ഇവർക്ക് പ്രതീക്ഷിക്കാം. ഭാഗ്യം കൊണ്ട് പ്രസിദ്ധരാകുവാനും ഒക്കെ സാധ്യതയുണ്ട്. സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുഖേന ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. ഈ ജാതകരെ സംബന്ധിച്ച് തൊഴിൽപരമായിട്ടുള്ള നേട്ടം വലിയ തരക്കേടില്ലാതെ പോകുന്നൊരു സാഹചര്യമാണ്. മാതാമുഖേനയുള്ള അനുഭവങ്ങളും വലിയ മെച്ചമായിട്ട് വന്നു ചേർന്നില്ല എങ്കിൽ പോലും ഏറെക്കുറെ തരക്കേടില്ലാത്ത അനുഭവങ്ങളുമായിട്ട് മാതാവിൻ്റെ ഭാഗത്തു നിന്നുള്ള പിന്തുണ ഇവർക്കുണ്ടാകുന്ന ഒരു സാഹചര്യമാണെന്നുള്ളത് പറഞ്ഞുകൊള്ളുക. പിതാവ് മുഖേനയുള്ള നേട്ടങ്ങൾ ഈ ജാതകരെ സംബന്ധിച്ച് വളരെ നേട്ടമാണ്. ധനധാന്യ സമൃദ്ധിയാണ് പിതാവ് മുഖേന ഇവർക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ പിതാവ് മുഖേനയുള്ള സൗഭാഗ്യമായ അനുഭവങ്ങൾ ഇവർ അനുഭവിച്ചു പോകുന്നതല്ല. തൊഴിലിടങ്ങളിൽ മേലധികാരികൾ മുഖേനയൊക്കെയുള്ള നല്ല അനുഭവങ്ങൾ ഇവർക്ക് ലഭ്യമാകുന്നൊരു സാഹചര്യമാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഈ ജാതകരെ സംബന്ധിച്ച് ലാഭകരമായ അനുഭവങ്ങൾ ഇവർക്ക് വലിയൊരു നേട്ടമായിട്ട് നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. നഷ്ടസാധ്യതകളൊക്കെ വളരെ കുറവാണ്, എങ്കിലും ചെറിയ രീതിയിലുള്ള നഷ്ടസാധ്യതകളൊക്കെ ഇവരെ അലട്ടുവാൻ സാധ്യതയുണ്ട്. ചിലരെയൊക്കെ സംബന്ധിച്ച് ധനത്തിന് അനാവശ്യമായിട്ട് ചിലവും സ്ത്രീകൾ മുഖേനയുള്ള അഭാവത്തിനൊക്കെ സാധ്യതയുണ്ടെന്നുള്ളതും അറിഞ്ഞുകൊണ്ട് ജീവിക്കുക. ഇനിയും വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം, കാൽ, അനിഴം, കേട്ട നാളുകാരെ സംബന്ധിച്ച് വ്യാഴാഴ്ച ദിവസം ഭാര്യാഭർത്തൃ ബന്ധം കൊണ്ട് ധനസമൃദ്ധി നേടുന്നൊരു ദിവസമാണ്. ദാമ്പത്യ ജീവിതം കൊണ്ട് പല കാര്യങ്ങളിലും നേട്ടം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. പക്ഷെങ്കിൽ ഇവരുടെ മക്കളുടെ കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ അവിടെ നേട്ടം ഉണ്ടാകണമെന്നില്ല എന്നുള്ളതും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഈ ജാതകരെ സംബന്ധിച്ച് കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ ഇവർക്ക് പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. ദാമ്പത്യ ജീവിതം കൊണ്ട് വിജയം ഉണ്ടാകുന്ന ദിവസമാണ്. പക്ഷെങ്കിൽ ഇവർ വ്യക്തിപരമായിട്ട് ചെയ്യുന്ന പല കാര്യങ്ങളും ഇവർക്ക് വിനയായി വന്നു ചേരുവാൻ സാധ്യതയുണ്ടെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. അതുപോലെ തന്നെ സുഖസ്വസ്ഥത ദേഹനന്മയൊന്നും അത്ര അനുകൂലമാണെന്നില്ല. സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുതലാളിയുടെ ഭാഗത്തു നിന്നുള്ള സഹായ സഹകരണങ്ങളൊന്നും വന്നു ചേരുന്ന ദിവസമല്ല. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നേട്ടമൊന്നും പ്രതീക്ഷിക്കാൻ പറ്റുന്ന ദിവസമല്ല. മക്കളെ കൊണ്ടുള്ള നേട്ടങ്ങളൊന്നും കാര്യവിജയം ഒന്നും തന്നെ അനുകൂലമായി നിൽക്കുന്ന സാഹചര്യമല്ല എന്നുള്ളത് വൃശ്ചികക്കൂറുകാർ അറിഞ്ഞിരിക്കണം. രോഗം, ശത്രുത, കടബാധ്യതകളാലുള്ള പ്രതിസന്ധികളൊക്കെ ഇവരെ അലട്ടുവാൻ സാധ്യതയുണ്ട്. ദാമ്പത്യ ജീവിത വിജയം അവർക്ക് അനുകൂലമായി നിൽക്കുന്നൊരു സാഹചര്യമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഭാഗ്യകരമായ അനുഭവങ്ങൾ ഈ ജാതകരെ സംബന്ധിച്ച് വലുതായിട്ടൊന്നും വന്നു ചേരുന്ന സാഹചര്യമല്ല നിലവിലുള്ളത് എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഭാഗ്യാധിപനായ ചന്ദ്രന് ബലമില്ലാത്തൊരു സാഹചര്യത്തിൽ കൂടി പോകുന്നതുകൊണ്ട് ഭാഗ്യാനുഭവങ്ങൾ വലിയ രീതിയിൽ വന്നു ചേരണമെന്നില്ല എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. തൊഴിൽപരമായിട്ടുള്ള നേട്ടം അവർക്ക് വലിയ മെച്ചമായ സ്ഥിതിയൊന്നും കൊടുക്കുന്നില്ല. ഏറെക്കുറെ അനുകൂലമായ സാഹചര്യത്തിൽ കൂടി പോകുന്നു എന്നുള്ളതല്ലാതെ വലിയൊരു നേട്ടം തൊഴിൽ രംഗത്തൂടെ ഉണ്ടാകുന്നില്ല. ബുദ്ധിപരമായിട്ടുള്ള വലിയ നേട്ടങ്ങളൊന്നും ഇവർക്ക് വന്നു ചേരുന്നില്ല. ബുദ്ധിപരമായിട്ടുള്ള പല കാര്യങ്ങളും ഇവർ ആലോചിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും. അതുകൊണ്ടൊരു വലിയ നേട്ടം ഇവരുടെ ജീവിതത്തിൽ അനുഭവപ്പെടാതെ പോകുന്നു എന്നുള്ളതാണൊരു പ്രത്യേകത. ഈ ജാതകരെ സംബന്ധിച്ച് ലാഭകരമായ അനുഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ കാര്യമായിട്ട് അനുഭവപ്പെടാത്തൊരു സാഹചര്യമാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. സ്ത്രീകൾ മുഖേനയുള്ള നഷ്ടസാധ്യതകളൊക്കെ ഇവരുടെ ജീവിതത്തിൽ ഉണ്ട് താനും. ഏതെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാൽ സ്ത്രീകൾ മുഖേനയുള്ള നഷ്ടസാധ്യതകൾ വന്നു ചേരുവാനും സാധ്യതയുണ്ടെന്നുള്ള അറിവോടുകൂടി ജീവിക്കുക. വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ചിപ്പോൾ അവരുടെ മക്കളുടെ ദാമ്പത്യ ജീവിതം അത്ര ശോഭനമല്ല. അതുപോലെ തന്നെ മക്കളുടെ തൊഴിൽപരമായിട്ടുള്ള സാഹചര്യവും അത്ര മെച്ചമല്ല എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക.
സ്ഥിരജോലിയുള്ളവർക്ക് ഇത് ബാധകമല്ല എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനിയും ധനുക്കൂറുകാരുടെ കാര്യമാണ് പറയുന്നത്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പുരാട, ഉത്രാടം, കാൽ നാളുകാരെ സംബന്ധിച്ച് സുഖസ്വസ്ഥതകഥൻ മാത്രം അനുകൂലമായ ദിവസമല്ല. കുടുംബസുഖവും ധനപരമായ നേട്ടമൊന്നും പ്രതീക്ഷിക്കാൻ പറ്റുന്ന സാഹചര്യമല്ല. സുഹൃത്തുക്കളെ കൊണ്ടും സഹോദരങ്ങളെ കൊണ്ടും ഉള്ള വലിയ നേട്ടങ്ങളൊന്നും വന്നു ചേരാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. വീട്, വസ്തുവാനും ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നേട്ടങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരേണ്ട ഒരു സാഹചര്യമാണ്. പക്ഷേ രാഹു അതെല്ലാം തടസ്സപ്പെടുത്തി കളയുന്നു എന്നുള്ളതാണ് ഒരു വിഷയം. ഇപ്പം മാർച്ച് 29 കഴിഞ്ഞാൽ പിന്നെ 4 ശനിയും കൂടെ വരാൻ പോവുകയാണ്. അപ്പോൾ ഈ വീട്, വസ്തുവാനും ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ വലിയൊരു അനിശ്ചിതാവസ്ഥ ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതാണ് ധനുക്കൂറുകാർ അറിഞ്ഞിരിക്കേണ്ട കാര്യം. മക്കളുടെ സ്ഥിതി ഇപ്പോൾ അനുകൂലമല്ല. മക്കളുടെ സ്ഥിതിയിൽ വലിയ പ്രതിസന്ധികളും പ്രയാസങ്ങളൊക്കെ ഇവർ അനുഭവപ്പെടുന്നു. ദാമ്പത്യ ജീവിതം തൃപ്തികരമല്ല. രോഗം, ശത്രുത, കടബാധകളാൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും മക്കളുടെ സ്ഥിതി മോശമാണ്. ദാമ്പത്യ ജീവിതത്തിൽ തൃപ്തികരമായ അനുഭവങ്ങൾ വന്നു ചേരാതെ പോകുന്നു. അതുപോലെ തന്നെ ഈ ജാതകരെ സംബന്ധിച്ച് ഒരു വിഷയമെന്ന് പറയുന്നത് രോഗം, ശത്രുത, കടബാധകളുള്ള അല്ലെങ്കിൽ മാരകമായ രോഗങ്ങളാൽ ഉള്ള പ്രതിസന്ധിയൊന്നും ഇവരുടെ ജീവിതത്തിൽ കാര്യമായിട്ട് അനുഭവപ്പെടുന്നില്ല. എങ്കിലും അതിൻ്റേതായ ചെറിയ ലക്ഷണങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടെന്നുള്ളതും ഒരു സത്യമായ കാര്യമാണ്. ഈ ജാതകരെ സംബന്ധിച്ച് ഭാഗ്യാനുഭവങ്ങൾ ഇവർക്ക് വന്നു ചേരാത്ത ഒരു ദിവസമായിരിക്കും. ഭാഗ്യം കൊണ്ട് പല കാര്യങ്ങളും നേടേണ്ട ഒരു ദിവസമാണെങ്കിലും പക്ഷെങ്കിൽ ഭാഗ്യാനുഭവങ്ങൾ തുണയ്ക്കണമെന്നില്ല എന്നുള്ളതാണ് ഇവരുടെ ജീവിതത്തിൽ അനുഭവപ്പെടുന്നൊരു കാര്യം. അതുപോലെ തന്നെ തൊഴിൽപരമായിട്ടുള്ള സ്ഥിതി മെച്ചമല്ല. തൊഴിൽ ഭാവത്തിൻ്റെ അധിപനായ ബുധൻ നീചനായിട്ടാണ് ഇപ്പോൾ മീനൻ രാശിയിൽ നിൽക്കുന്നത്. നീചൻ മാത്രമല്ല, മൗഢ്യനായിട്ട് നിൽക്കുന്നു. അതുകൊണ്ട് തൊഴിൽ രംഗമൊന്നും അത്ര മെച്ചമല്ല. ലാഭകരമായ അനുഭവങ്ങൾ ഇവരെ സംബന്ധിച്ച് വന്നു ചേരേണ്ടതാണ്. പക്ഷേങ്കിൽ അതൊന്നും ലഭിക്കാതെ പോകുന്നു. അതും എല്ലാം മൗഢ്യത്തിലാണ്. ആ ഗ്രഹവും മൗഢ്യത്തിലാണ്, ശുക്രനും മൗഢ്യത്തിലാണ്. പിന്നെ ഇവർക്ക് നഷ്ടസാധ്യതകൾ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു. സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുഖേനയൊക്കെയുള്ള നഷ്ടസാധ്യതകൾ, മക്കളെ ചൊല്ലിയുള്ള നഷ്ടസാധ്യതകളൊക്കെ ഇവർക്ക് വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്നുള്ളതും ധനുക്കൂറുകാർ അറിഞ്ഞുകൊള്ളുക. ഇനി മകരക്കൂറാണ്. മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, മുക്കാൽ, തിരുവോണോട്ടൻ, 2 പാദം നാളുകാരെ സംബന്ധിച്ച് വ്യാഴാഴ്ച ദിവസം സുഖസ്വസ്ഥതേന്മാർ ഏറെക്കുറെ അനുകൂലമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടം ഏറെക്കുറെ പ്രതീക്ഷിക്കാവുന്ന സാഹചര്യമാണ്. സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുഖേനയുള്ള സഹായ സഹകരണങ്ങൾ ഏറെക്കുറെ പ്രതീക്ഷിക്കാവുന്ന സാഹചര്യമാണ്. വീട്, വസ്തുവാനും ഭൂമി സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നേട്ടം ഏറെക്കുറെ പ്രതീക്ഷിക്കാവുന്ന സാഹചര്യമാണ്. കാര്യവിജയം ഏറെക്കുറെ പ്രതീക്ഷിക്കാവുന്ന കാര്യമാണ്. ആൺമക്കളെ സംബന്ധിച്ചുള്ള സ്ഥിതി അത്ര മെച്ചമല്ല എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. രോഗം, ശത്രുത, കടബാധകളാൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കഴിഞ്ഞു പോകുന്നു. ദാമ്പത്യ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കടന്നു പോകുന്നു. തൊഴിലിടങ്ങളിൽ മേലധികാരികളുടെ ഭാഗത്തു നിന്നുള്ള വലിയ ദോഷമില്ലാത്ത അനുഭവങ്ങളാൽ ഈ ജാതകർ കടന്നു പോകുന്നു. ഭാഗ്യം തുണയ്ക്കുന്ന സമയമല്ല. പ്രവർത്തന മേഖലയിൽ വിജയം കണ്ടെത്തുവാനും ഇവർക്ക് കഴിയുന്ന ഒരു സാഹചര്യമാണ്. എങ്കിലും തൊഴിൽരംഗം അത്ര മെച്ചമല്ല. തരക്കേടില്ലാതെ പോകുന്ന സാഹചര്യമാണ് ഉള്ളതെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ലാഭകരമായ അനുഭവങ്ങൾ ഇവരെ തുണയ്ക്കുന്നൊരു സാഹചര്യമാണ്. നഷ്ടസാധ്യത ചിലപ്പോൾ ഇവരുടെ കാര്യ വിജയത്തെ തടസ്സപ്പെടുത്തിയേക്കാം എന്നുള്ളതും അറിഞ്ഞ് ജീവിക്കുക. ഇനി കുംഭക്കൂറാണ്. കുംഭക്കൂറിൽപ്പെട്ട ഔട്ടൻ, 2 പാദം, ചതയം, പുരുട്ടാതി, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് ഈ വ്യാഴാഴ്ച ദിവസം സുഖസ്വസ്ഥതേന്മാർ അത്ര അനുകൂലമാകണമെന്നില്ല. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുതലായവരുടെ ഭാഗത്തു നിന്നുള്ള സഹായ സഹകരണങ്ങളൊക്കെ ഇവർക്ക് വിനയായി വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. ഭൂമി സംബന്ധമായിട്ടുള്ള വീട്, വസ്തുവാനും ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നഷ്ടം വന്നു ചേരുവാൻ സാധ്യതയുണ്ടെന്നുള്ളത് അറിവോടുകൂടി ജീവിക്കുക. എന്നാൽ വീട്, വസ്തുവാനും ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഇവർക്ക് നേട്ടം അനുകൂലമായി നിൽക്കുന്നു. സുഹൃത്തുക്കളെയും സഹോദരങ്ങളെയും ഇതിൽ നിന്ന് ഒഴിവാക്കിയാൽ മാത്രമേ നേട്ടം ഇവർക്ക് അനുകൂലമായി വന്നു ചേരുകയുള്ളൂ എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. ഈ ജാതകരെ സംബന്ധിച്ച് കാര്യവിജയം ഒന്നും ഏർപ്പെടുന്ന കാര്യങ്ങളിൽ പരിപൂർണമായിട്ടുണ്ടാകണമെന്നില്ല. ചിലയിടത്തൊക്കെ ചില കാര്യങ്ങളിലൊക്കെ ദേഷ്യമൊക്കെ അല്ലെങ്കിൽ കോപമൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ടെന്നുള്ളതും അറിഞ്ഞു പ്രവർത്തിക്കുക. അതുപോലെ തന്നെ ഈ ജാതകരെ സംബന്ധിച്ച് രോഗം, ശത്രുത, കടബാധകളുള്ള ചെറിയ പ്രതിസന്ധികൾ വ്യാഴാഴ്ച ദിവസം അനുഭവത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. ദാമ്പത്യ ജീവിതം വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ചെറിയ പ്രശ്നങ്ങളോടുകൂടിയൊക്കെ കടന്നു പോകുന്നു. ഈ ജാതകരെ സംബന്ധിച്ച് ഇവരുടെ കുടുംബത്തിൽ ബന്ധുക്കൾ മുഖേനയുള്ള നിസ്സഹകരണം വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ബന്ധുക്കൾ ഇവരുമായിട്ട് കലഹിക്കാനൊക്കെ സാധ്യതയുണ്ട്. അതുമൂലം കുടുംബത്തിൽ അല്പസ്വല്പം അഭിപ്രായ വ്യത്യാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ചിലരോട് ബന്ധുക്കൾ നിസ്സഹകരണം കാണിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഭാഗ്യം കൊണ്ട് ഇവരുടെ കുടുംബത്തിൽ സ്ത്രീകൾ മുഖേന ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ ജാതകരെ സംബന്ധിച്ച് തൊഴിൽപരമായിട്ടുള്ള വലിയ നേട്ടമൊന്നുമില്ലെങ്കിലും ലാഭകരമായ അനുഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്നൊരു സാഹചര്യമാണ്. നഷ്ടസാധ്യതകൾ വളരെ കുറവാണെന്നുള്ളതും കുംഭക്കൂറുകാർ അറിഞ്ഞുകൊള്ളുക. ഈ ജാതകരെ സംബന്ധിച്ചിടത്തോളം പിതാവ് മുഖേന ധനം വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. പിതാവിൻ്റെ കയ്യിൽ നിന്ന് ധനം വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പിതാവിന് മാതാവ് മുഖേന അല്ലെങ്കിൽ പിതാവിൻ്റെ ഭാര്യ മുഖേന ധനനഷ്ടത്തിനും സാധ്യതയുള്ളൊരു ദിവസമാണെന്നുള്ളതും വ്യാഴാഴ്ച ദിവസത്തെ പ്രത്യേകതയായിട്ട് പറയുന്നു. അതുപോലെ തന്നെ പിതാവിൻ്റെ ദാമ്പത്യ ജീവിതം, പിതാവും ഭാര്യയും തമ്മിലുള്ള ദാമ്പത്യ ജീവിതം തൃപ്തികരമല്ല. പിതാവിന് ഭാര്യ മുഖേന ധനനഷ്ടത്തിന് സാധ്യതയുണ്ടല്ലോ, അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധികൾ അവരെ അലട്ടുവാൻ സാധ്യതയുണ്ടെന്നുള്ളതും ഒരു വിഷയമായിട്ട് നിൽക്കുന്നു. അപ്പോൾ ഈ ജാതകരെ സംബന്ധിച്ച് ഇവരുടെ മക്കളെ സംബന്ധിച്ചുള്ള കാര്യം നോക്കുമ്പോൾ ഇവരുടെ മക്കളെ കൊണ്ടുള്ള
അവരുടെ ദാമ്പത്യ ജീവിതം ശരിയല്ല, മക്കളുടെ ദാമ്പത്യ ജീവിതം തൃപ്തികരമല്ല, മക്കളുടെ തൊഴിൽ രംഗവും തൃപ്തികരമല്ല. അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെയാണ് കുംഭക്കുറുകാർക്കുള്ളതെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. സ്ഥിര ജോലിയുള്ളവരെ സംബന്ധിച്ച് ഇതൊന്നും വിഷയമല്ല. സ്ഥിര ജോലി ഇല്ലാത്തവർക്കാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളണം. ഇനി മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട പൂർട്ടാതി കാലം ഉത്രട്ടാതി രേവതി നാളുകാരെ സംബന്ധിച്ച് സുഖസ്വസ്ഥത ദേഹന്മാ ഏറെക്കുറെ അനുകൂലമായ ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടമൊന്നും പ്രതീക്ഷിക്കാൻ പറ്റുന്ന സാഹചര്യമല്ല എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. വലിയ നേട്ടമായിട്ട് സുഹൃത്തുക്കളെ കൊണ്ടും സൗകര്യങ്ങളെ കൊണ്ടുള്ള അനുഭവങ്ങൾ വന്നു ചേരാത്ത ഒരു ദിവസമായിരിക്കും എന്നുള്ളതാണ് ഒരു വിഷയം. അതുപോലെ തന്നെ വീട് വസ്തുവാനും ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ വലിയ നേട്ടമൊന്നും പ്രതീക്ഷിക്കാൻ പറ്റുന്ന സാഹചര്യമല്ല. മക്കളെ കൊണ്ടോ മാതാവിനെ കൊണ്ടോ കാര്യവിജയം കൊണ്ടോ ജീവിതത്തിൽ നേട്ടം അനുഭവിക്കാൻ പറ്റുന്ന ദിവസമല്ല എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. രോഗം, ശത്രുത, കടബാധകളുള്ള പ്രതിസന്ധികളൊക്കെ ഇവരെ അലട്ടുവാൻ സാധ്യതയുണ്ട്. ദാമ്പത്യ ജീവിതം തൃപ്തികരമാകണമെന്നില്ല. അതുപോലെ തന്നെ സ്ത്രീകൾ മുഖേനയുള്ള പ്രശ്നങ്ങൾ ഇവരുടെ ജീവിതത്തിൽ അലട്ടുവാൻ സാധ്യതയുണ്ട്. എങ്കിലും ശാന്തമായിട്ട് പോകുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്നുള്ളതും മനസ്സിലാക്കുക. ഭാഗ്യാനുഭവങ്ങൾ ഇവരെ തുണയ്ക്കുന്നൊരു സാഹചര്യമല്ല. തൊഴിൽപരമായിട്ടുള്ള നേട്ടമൊന്നും അനുകൂലമല്ല. കടം മേടിച്ചൊക്കെ പലരും കഴിഞ്ഞു പോകുന്നു. ലാഭകരമായ അനുഭവങ്ങളൊന്നും തന്നെ ഇവരുടെ ജീവിതത്തിൽ നഷ്ടസാധ്യതകളും കുറവാണ്. പിതാവ് മുഖേന ഉള്ള നേട്ടങ്ങളൊന്നും ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരാതെ ഇവർക്ക് പല വിധത്തിലുള്ള അസ്വസ്ഥതകളും പ്രയാസങ്ങളും പിതാവ് മുഖേനയും മാതാവ് മുഖേനയും ഉണ്ടാകാൻ സാധ്യതയുള്ള ദിവസമാണ് ഈ വ്യാഴാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ചിലരൊക്കെ നീചമായ കൂട്ടുകെട്ടിലൊക്കെ ചെന്ന് അകപ്പെടാൻ സാധ്യതയുണ്ട്. നീചബുദ്ധിയിലൊക്കെ അകപ്പെടാൻ സാധ്യതയുണ്ടെന്നുള്ളതും മനസ്സിലാക്കി ജീവിക്കുക. ഈ ജാതകരെ സംബന്ധിച്ച് ഇവരുടെ മക്കളുടെ സ്ഥിതി വലിയ ഒരു നേട്ടമായിട്ടുള്ള സാഹചര്യമല്ല. മക്കളുടെ സ്ഥിതി വലിയ മെച്ചമല്ല. ഇവരെ സംബന്ധിച്ച് മക്കളുടെ സ്ഥിതി, ഈ ജാതകരെ സംബന്ധിച്ച് ഇവരുടെ മക്കളെ കൊണ്ടുള്ള സ്ഥിതി ഈ വ്യാഴാഴ്ച ദിവസം തൃപ്തികരമാകണമെന്നില്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. മക്കൾ മുഖേന നഷ്ടസാധ്യതകളൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അതുപോലെ തന്നെ ഇവരുടെ മക്കളുടെ ദാമ്പത്യ ജീവിതം പ്രശ്നങ്ങളൊന്നുമില്ലാതെ കടന്നു പോകുന്നു. എങ്കിലും വലിയ നേട്ടമായിട്ടൊന്നും അനുഭവപ്പെടുന്ന സാഹചര്യമല്ല എന്നുള്ളതും ഈ ജാതകർ അറിഞ്ഞുകൊള്ളുക. ഇവരുടെ മക്കളുടെ ദാമ്പത്യ ജീവിതം കുറേ നാളായിട്ട് ഇവർക്ക് വലിയൊരു ഭാരവും പ്രയാസവുമായിട്ട് കഴിഞ്ഞു പോകുന്ന സാഹചര്യമായിരുന്നു. പക്ഷെങ്കിൽ ഇപ്പോൾ അങ്ങനെയുള്ള വലിയ പ്രശ്നങ്ങളൊന്നും അവരെ അലട്ടുന്നില്ലെങ്കിലും നേട്ടമൊന്നുമില്ല എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. സമാധാനമായിട്ട് അങ്ങനെ കഴിഞ്ഞു പോകുന്നു എന്നുള്ള ഒരു സ്ഥിതിയാണ് ഇപ്പോൾ നിലവിലുള്ളത് എന്നുള്ളതും മീനക്കുറുകാർ അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രഫലമായിട്ട് പറഞ്ഞു തരുവാനുള്ളത്. ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.